ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് 2026 ഭൗമദിന പ്രമേയം. 1970 ഏപ്രിൽ 22 ലോകത്ത് ആദ്യമായി ഭൗമദിനം ആചരിച്ചത്. രണ്ടാമത്തെ ചോദ്യം. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം 2026 ഏപ്രിലിൽ വീണ്ടും തുറന്ന ഇറാഖും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി കവാടം ഏതാണ്? ഉത്തരം റാബിയ യറുബിയ. ഏകദേശം 13 വർഷത്തെ അടച്ചിടലിന് ശേഷമാണ് വാണിജ്യ യാത്രാ ആവശ്യങ്ങൾക്കായി ഈ അതിർത്തി കവാടം വീണ്ടും തുറക്കുന്നത്. ഇറാന്റെ തലസ്ഥാനം ബാഗ്ദാദും സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസുമാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികൾ ഒഴുകുന്ന മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും. മൂന്നാമത്തെ ചോദ്യം. 2025 ലോറസ് ലോക കായിക പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ വനിതാ കായിക താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെല്ലാമാണ്? ഉത്തരം മികച്ച പുരുഷ താരം കാർലോസ് അൽക്കാരസ്, മികച്ച വനിതാ താരം അരാന സബലങ്കേങ്ക. മികച്ച പുരുഷ താരമായ കാർലോസ് അൽക്കാരസ് സ്പെയിനിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരനും മികച്ച വനിതാ താരമായ അരാന സബലെങ്ക ബെറൂസിൽ നിന്നുള്ള ടെന്നീസ് താരവുമാണ്. അടുത്ത ചോദ്യം. 15 വർഷത്തെ സേവനത്തിന് ശേഷം ടിം കുക്ക് സ്ഥാനമൊഴിയുമ്പോൾ ആപ്പിളിന്റെ പുതിയ CEO ചുമതലയേൽക്കുന്നത് ആരാണ്? ഉത്തരം ജോൺ ടെർനസ്. അഞ്ചാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ അനിയന്ത്രിത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായി കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിച്ച മിന്നൽ പരിശോധനയുടെ പേരെന്ത്? ഓപ്പറേഷൻ എർത്ത് ഗ്രാഡ്. അടുത്തിടെ അന്തരിച്ച 1967 പ്രസിദ്ധീകരിച്ച നഗ്ന വാനരൻ എന്ന വിഖ്യാത പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഡെസ്മണ്ട് മോറിസ്. Thank you.